കേരളത്തിനൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് ബംഗാളിലും അസമിലും. ഇത് കേരളത്തിന്റെ തൊഴിൽ മേഖലകളിൽ ഉണ്ടാക്കുന്നത് കനത്ത തിരിച്ചടിയാണെന്ന് വേണം പറയാൻ. വോട്ട് രേഖപ്പെടുത്താനും അനുബന്ധ രേഖകൾ ചേർക്കാനുമായി കേരളത്തിന്റെ തൊഴിൽ മേഖലയിലെ അവിഭാജ്യ ഘടകമായ ഭായിമാർ അടുത്ത മാസം മുതൽ സംസ്ഥാനം വിടും. ഈ സംസ്ഥാനങ്ങളിലേക്ക് എത്താവുന്ന ട്രെയിനുകളെല്ലാം തിരക്കിലായി കഴിഞ്ഞു. ടിക്കറ്റും കിട്ടാനില്ലാത്ത സ്ഥിതിയാണ്. ഇതര സംസ്ഥാനക്കാർ ലോങ് ലീവ് എടുത്തു പോകുന്നത് കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് തന്നെ കനത്ത അടിയാകുമെന്ന ആശങ്ക ഉയർത്തിയിട്ടുണ്ട്. കേരളത്തിന്റെ സേവന വ്യവസായ മേഖലയ്ക്ക് ഇവരുടെ അഭാവം വലിയ തിരിച്ചടിയാകും. ഫെബ്രുവരി മുതലാണ് കൂടുതൽ പേരും നാട്ടിലേക്ക് മടങ്ങി തുടങ്ങുക. കുറഞ്ഞത് 45 ദിവസമെങ്കിലും കഴിയാതെ ഇവർ മടങ്ങാറുമില്ല. കേരളത്തിൽ ഏറ്റവും അധികം ഇതര സംസ്ഥാനക്കാരുള്ളത് എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിലാണെന്നാണ് കണക്ക്. പെരുമ്പാവൂരിന്റെ സമ്പദ് മേഖലയുടെ ജീവനാഡിയായി അവർ മാറിക്കഴിഞ്ഞു. ഇതര സംസ്ഥാന തൊഴിലാളികൾ കൂട്ടത്തോടെ മടങ്ങുന്നത് സമ്പദ് വ്യവസ്ഥയ്ക്ക് തിരിച്ചടിയാകും. കേരളത്തിൽ കഴിഞ്ഞ പതിറ്റാണ്ടിൽ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തൊഴിലാളികളുടെ വരവ് വളരെയധികം കൂടിയിട്ടുണ്ട്. പണ്ടുകാലത്ത് തമിഴ്നാട്ടിൽ നിന്നായിരുന്നു കേരളത്തിലേക്ക് തൊഴിലാളികൾ കൂടുതൽ വന്നിരുന്നത്. അസം, ബീഹാർ തുടങ്ങിയ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരും വന്നിരുന്നുവെങ്കിലും എണ്ണത്തിൽ കുറവായിരുന്നു. പിന്നീട് പശ്ചിമ ബംഗാളിൽ നിന്നുള്ളവർ വന്നു തുടങ്ങി. അതിനു പിന്നാലെ ജാർഖണ്ഡ്, മണിപ്പൂർ, അസം, ബീഹാർ, ഒഡീഷ, ഹിമാചൽ പ്രദേശ് തുടങ്ങി ഒരുവിധം എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് തൊഴിൽ തേടി ആളുകൾ എത്തിക്കൊണ്ടിരുന്നു. ഇപ്പോൾ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നും ജാർഖണ്ഡിൽ നിന്നുമാണ് കൂടുതൽ തൊഴിലാളികൾ കേരളത്തിലുള്ളത്. സംസ്ഥാനത്ത് 1 ലക്ഷത്തോളം അംഗീകൃത റെസ്റ്റോറന്റുകളുണ്ട്. 90% ഇതര സംസ്ഥാന തൊഴിലാളികൾ ജോലി ചെയ്യുന്നുണ്ട്. ഇവരിൽ ഏകദേശം 4-5 ലക്ഷം തൊഴിലാളികൾ അസമിൽ നിന്നുള്ളവരാണ്. ഇതര സംസ്ഥാന തൊഴിലാളികൾ പ്രതിവർഷം 60,000 കോടി രൂപയോളം കേരളത്തിൽ നിന്ന് സമ്പാദിക്കുന്നുണ്ടെന്നാണ് അനൌദ്യോഗിക കണക്ക്. ഇതിൽ 20,000 കോടി രൂപയും സംസ്ഥാനത്ത് തന്നെ ചെലവാക്കുന്നു. ബാക്കി സ്വന്തം നാട്ടിലേക്ക് അയക്കുന്നു. രാജ്യത്തെ ഏറ്റവും അധികം പ്രവാസി പണം നേടുന്ന സംസ്ഥാനങ്ങളിലൊന്നായ കേരളത്തിൽ നിന്ന് ഇതര സംസ്ഥാനക്കാർ അതിനൊത്ത പണം മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് അയക്കുന്നുണ്ട് എന്നതും കൗതുകമാണ്. ഭക്ഷണശാലകൾ, നിർമ്മാണ മേഖല, തടി വ്യവസായം, അരിമില്ല്, പാറമട, പ്ലാസ്റ്റിക് വ്യവസായം തുടങ്ങിയവയിലാണ് ഏറ്റവും കൂടുതൽ അതിഥി തൊഴിലാളികൾ ജോലി ചെയ്യുന്നത്. മെഡിക്കൽ സ്റ്റോറുകൾ ഒഴികെ എല്ലായിടത്തും അതിഥി തൊഴിലാളികൾ ജോലി ചെയ്യുന്നുവെന്നത് ഇവരുടെ ആവശ്യത്തിന്റെ പ്രാധാന്യം വ്യക്തമാക്കുന്നു. ബംഗാളികൾ കൂടുതൽ നിർമ്മാണ മേഖലയിലും അസംകാർ തടി മേഖലയിലും കൂലിപ്പണിയിലുമാണ് ഏർപ്പെട്ടിരിക്കുന്നത്. ഹോട്ടൽ ജോലിക്ക് അതിഥി തൊഴിലാളികൾക്ക് ബദൽ കണ്ടെത്താൻ കഴിയുന്നില്ലെന്ന് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ജി ജയപാൽ പറഞ്ഞു. ചെറുകിട ഇടത്തരം ഹോട്ടലുകളെയാണ് ഏറ്റവും അധികം ബാധിക്കുന്നത്. സ്റ്റാർ ഹോട്ടലുകൾക്ക് പ്രതിസന്ധിയില്ല. ഹോട്ടലുകളിൽ 90% അതിഥി തൊഴിലാളികളാണ്. ഇവരിൽ ഭൂരിപക്ഷവും അസംകാർ. പ്രാദേശിക വിപണിയിലെ ഏറ്റവും വലിയ ഉപയോക്താക്കളാണ് അതിഥി തൊഴിലാളികൾ. ഇവരെ ലക്ഷ്യമിട്ടാണ് പെരുമ്പാവൂർ PP റോഡിലെ ഭായ് തെരുവ്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുവരെ ഇവിടെ അതിഥി തൊഴിലാളികൾ വരുന്നു. പെരുമ്പാവൂരിന്റെ സാമ്പത്തിക നെടും തൂണുകളാണ് ഇവരെന്ന് സെന്റർ ഫോർ മൈഗ്രേഷൻ ആൻഡ് ഇൻക്ലൂസീവ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ പറഞ്ഞു. അതേസമയം ജില്ലയിലെ ഏറ്റവും കൂടുതൽ ഭായിമാർ പെരുമ്പാവൂരിലാണ് ഉള്ളത്. സംസ്ഥാനത്ത് 15 ലക്ഷം ബംഗാളികളും 12 ലക്ഷം അസംകാരും ഉണ്ടെന്നാണ് കണക്ക്.